സ്റ്റേജിൽ സദസ്സുപുഷ്ടരായ സഹോദരന്മാരും, നേരത്തെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടതുപോലെ തന്നെ നാം ഇന്ന് ഒരു ധന്യമായ മുഹൂർത്തത്തിലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തുംഗശൃംഗമായ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ രണ്ടിനെത്തുകളിടെ എന്ന് പറയും. എന്നാൽ ഏറ്റവും ആനന്ദകരമായ ദിവസം. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സഹോദരൻ ഒരു കുട്ടി എല്ലാ വിഷയത്തിലും SSLC പരീക്ഷയിൽ A+ കിട്ടി ജയിച്ചു. അത് നമ്മൾ ആഘോഷിക്കുകയും ആ കുട്ടിക്ക് നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ഒരു അവാർഡ് ദാനം നടത്തുകയും ചെയ്യുകയാണ്. നമുക്ക് ഇതുപോലുള്ള ഒരുപാട് റഷീദുമാരെയും ഒരുപാട് നല്ല ബുദ്ധിശാലിയുള്ള കുട്ടികളെയും വാർത്തെടുക്കാനുള്ള ഒരു പ്രയത്നവും ഒരു ശ്രമവും നാം നടത്തേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഇതുപോലുള്ള ഒരുപാട് റഷീദുമാരുണ്ട്. പക്ഷെ അവർക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു പ്രചോദനം നൽകുകയാണെങ്കിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നാം നേരത്തെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ട പോലെ തന്നെ മതപരമായ കാര്യത്തിൽ നാം ഒരുപാട് അത്യാവശ്യം ഉന്നതിയിലാണെങ്കിലും ഭൗതികമായ കാര്യത്തിൽ നാം വളരെ പിറകിലാണ്. അതിനൊരുപാട് നമ്മുടേതായ സാഹചര്യങ്ങളും പ്രയാസങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഭൗതികവും മതപരമായ മേഖലകളിലെ ഒരുപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരുപോലെ പ്രഗത്ഭരായ കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നാം നടത്തിയുണ്ട്. അള്ളാഹു സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറയാണ്. അപ്പൊ ഈ ലോകത്ത് ഏതൊരു മനുഷ്യനാണെങ്കിലും വിജ്ഞാനമുണ്ടെങ്കിൽ, വിദ്യാഭ്യാസമുണ്ടെങ്കിൽ അവനെ ലോകം ആദരിക്കും, ബഹുമാനിക്കും എന്നതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും പരമോന്നതമായ ഒരു സ്ഥാനമാണ്, ഒരു പദവിയാണ് രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ. ആ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആ രാഷ്ട്രപതിയായി ഒരു 5 വർഷം സേവനം ചെയ്ത ഒരു ബഹുമാന്യനായ ദേഹമാണ് നമ്മുടെ APJ അബ്ദുൽ കലാം. അടുത്ത ജൂലൈ മാസത്തിന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്കുള്ള വീണ്ടും ഒരു രാഷ്ട്രപതി തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വീണ്ടും 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 ആവർത്തിക്കുകയാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനുള്ള അറിവ്. അപ്പൊ അതൊക്കെ നമുക്കൊരു പ്രചോദനമാണ്. അപ്പൊ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് റഷീദുമാരെ സൃഷ്ടിക്കാനും വാർത്തെടുക്കാനുമുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കട്ടെ. അതിന് വേണ്ടി കൂട്ടായ പ്രയത്നം നമ്മൾ നടത്തണമെന്ന് വളരെ വിനീതമായി ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ പരിപാടി ഇവിടെ വളരെ ഭംഗിയായി പര്യവസാനിച്ചിരിക്കുകയാണ്. മഹത്തായ ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച ബഹുമാനീയനായ ശാഖ SK പ്രസിഡന്റ് കുഞ്ഞുമൊയ്തീൻ ദാരിമി അവർകൾക്കും, അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഉസ്മാൻ മൗലവി, ഇവിടെ അവാർഡ് ദാനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റ് ഹംസ ഹാജി അവർകൾക്കും, ഉപഹാര സമർപ്പണം നടത്തിയ മഹല്ല് സെക്രട്ടറി ബാബു സാഹിബ്, അതുപോലെ തന്നെ ക്ലസ്റ്റർ SKSSFന്റെ സെക്രട്ടറി ഹംസ ഫൈസി അവർകൾക്കും, ഇവിടെ നല്ല ഒരു ഉത്ബോധന പ്രസംഗം കൊണ്ടും മഹത്തായ സദസ്സിനെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട ചൈതലവി ഫൈസി അവർകൾക്കും, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട കർമ്മമായ അവാർഡ് ദാനമായിരുന്ന അവാർഡ് സ്വീകരിക്കാൻ അതിന് അർഹരായ ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് എന്ന വിദ്യാർത്ഥി, അദ്ദേഹം കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ അറബിക് തർജമയിൽ 2ാം സ്ഥാനം നേടി നമ്മുടെ നാടിന് അഭിമാനം നേടി തന്നിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടെ സദസ്സിന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടുകയും വളരെ അധികം മാർക്ക് നേടുകയും ചെയ്ത ആ വിദ്യാർത്ഥിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം അദ്ദേഹത്തിനും, അതുപോലെ തന്നെ 200-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത കണ്ണൂരിൽ വെച്ച് ഈ അടുത്ത് നടന്ന അഖില കേരള ഖുർആൻ പാരായണ മത്സരത്തിൽ 6ാം സ്ഥാനം നേടിയ നമ്മുടെ നാട്ടുകാരനായ ഹാഫിൽ മുഹമ്മദ് അനസ് എന്ന വിദ്യാർത്ഥികൾക്കും മറ്റെല്ലാ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ നിലക്കും സഹായ സഹകരണങ്ങൾ നൽകിയ, അതുപോലെ തന്നെ ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഇത് വീക്ഷിക്കുകയും ഇത് ശ്രദ്ധിക്കുകയും ഇതിനോട് സഹകരിക്കുകയും ചെയ്ത എല്ലാ ശ്രോതാക്കൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ 1000 നന്ദി നേർന്നുകൊണ്ട് മഹത്തായ ഈ സംഗമം 3 സ്വലാത്തോടുകൂടെ അധ്യക്ഷന്റെ അനുമതിയോടുകൂടെ